ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പെപ്പർ ഗാർലിക് ബീഫ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ബീഫ് ചെറിയ പീസാക്കി മുറിച്ച് വെക്കുക. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മൂടി വെച്ച് കൊടുക്കുക. അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതെല്ലാം നന്നായി ഒന്ന് മിക്സായി കുറച്ച് സമയം മൂടി വെച്ച് ഹാഫ് വേവായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓരോരോ പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴും അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴും അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർക്കണേ. ഒന്നായി ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. അപ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ഓരോരോ പൊടികൾ ചേർത്ത് അത് ആ ഇറച്ചിയിൽ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ഒരു പൊടി ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ബീഫെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കുക. ഈ എണ്ണയിൽ കിടന്നിട്ട് വേണം ഈ ബീഫ് വെന്ത് കിട്ടാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.